അനിൽ വിളയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, ഈ വിഷയത്തിൽ BJP ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിനെ എതിർക്കുന്നില്ല, പക്ഷേ സർക്കാർ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന രീതിയെയും ഒപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കം ക്ഷണിച്ചതിനെയുമാണ് BJP എതിർക്കുന്നത്. ഇക്കാര്യത്തിൽ പൊതുവിൽ സംഘപരിവാർ സംഘടനകൾ ഏത് നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്? ഇതിലൊരു സർക്കാർ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ എന്തെങ്കിലും അനുചിതം നിങ്ങൾക്ക് കാണാനാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് സംസ്ഥാന സർക്കാർ ഇപ്രകാരം ഒരു അയ്യപ്പ സംഗമം നടത്തും എന്ന് പറഞ്ഞ സമയത്ത് തൊട്ട് തന്നെ കേരളത്തിലെ അയ്യപ്പ ഭക്ത സമൂഹവും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ അതിന്റെ പിന്നിലുള്ള സർക്കാരിന്റെ അജണ്ട എന്താണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്രകാരം ഒരു അയ്യപ്പ സംഗമമാണ് നടത്തുന്നത്. അയ്യപ്പ ഭക്ത സംഗമം എന്ന് പോലും ആ വാക്കില്ല, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് പണം കണ്ടെത്തിക്കൊണ്ട് അതിന്റെ പിന്നിൽ വൻ ഒരു അഴിമതി നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഇതൊരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ആണ്, അല്ലാതെ അയ്യപ്പ ഭക്ത സംഗമം ഒന്നുമല്ല. അയ്യപ്പനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് തന്നെയാണ് ഈ പമ്പയിൽ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ആരൊക്കെയാണ് ഇവർ വിളിക്കുന്നത്, ഏതൊക്കെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇപ്രകാരം ഒരു സംഗമം നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി യാതൊരു വ്യക്തതയും ഇല്ലാതെ 3000 പേര് അവിടെ വരും, അവരുടെ സംഗമം അവിടെ നടത്തും തുടങ്ങിയ കാര്യങ്ങളാണ് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ദിവസം തോറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് വിളിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ദൈവമില്ലെന്നും സനാതന ധർമ്മത്തിനെതിരായി എല്ലാ കാലത്തും നിലപാടെടുത്തിട്ടുള്ള പെരിയാർ രാമസ്വാമിയുടെ ശിഷ്യനായിട്ടുള്ള സ്റ്റാലിൻ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ഒക്കെ തന്നെ ഈ സനാതന ധർമ്മത്തിനെ വൈറസായി ചിത്രീകരിച്ച് പ്രചാരണം നടത്തിയിട്ടുള്ള വ്യക്തികളാണ്. യഥാർത്ഥത്തിൽ അപ്രകാരമുള്ള വ്യക്തികളെ ആയിരുന്നു ഇതിന് വിളിക്കേണ്ടത്. ആ വിളിച്ചതിൽ കൂടെ തന്നെ ഗവൺമെന്റിന്റെ ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം വളരെ വ്യക്തമാണ്. അയ്യപ്പന്റെ പേര് പറഞ്ഞുകൊണ്ട് ആസൂത്രിതമായ രീതിയിൽ പണമുണ്ടാക്കാനും അഴിമതി നടത്താനുമുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്രകാരം പമ്പയിൽ ഒരു സംഗമം നടത്തുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആരെയൊക്കെയാണ് വിളിക്കുന്നത്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ സംഘടനകളുണ്ട്. ഇവരെ ആരെയും വിളിക്കാതെ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഞങ്ങൾ 3000 പേരെ വിളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പിന്നിലുള്ള അജണ്ട വളരെ വ്യക്തമാണ്. ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ്. ഇതിന്റെ പിന്നിലുള്ള അജണ്ട വളരെ വ്യക്തം തന്നെയാണ്. BJP എപ്രകാരമുള്ള നിലപാടെടുത്തു എന്നുള്ളതല്ല ഇതിനകത്തെ പ്രസക്തി. ഇതിനകത്ത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്ത്, ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി, ശബരിമല അയ്യപ്പ സേവാ സമാജം തുടങ്ങിയ സംഘടനകളുടെ അധ്യക്ഷന്മാർ കഴിഞ്ഞ ദിവസം കൃത്യമായി തന്നെ എറണാകുളത്തൊരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുസമൂഹത്തിനോട് വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ശ്രീ അനിൽ, ഈ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ചോദ്യത്തോട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതാണ്: തന്നെ ക്ഷണിച്ചാൽ തന്നെ പരിപാടിക്ക് പോകും, പക്ഷേ പിണറായി വിജയൻ മാപ്പ് പറഞ്ഞിട്ട് വേണം ആ പരിപാടി സംഘടിപ്പിക്കാൻ. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. കാരണം വിശ്വാസികളെ അപമാനിച്ച മുഖ്യമന്ത്രി ആണ് അദ്ദേഹം, അതുകൊണ്ട് പരിപാടി അദ്ദേഹം സംഘടിപ്പിച്ചോളൂ, പക്ഷേ താൻ ക്ഷണിച്ചാൽ പോകുമെന്നും പറയുന്നു. അപ്പോൾ BJP നേതാക്കൾ ഈ പരിപാടിയിൽ ക്ഷണം കിട്ടിയാൽ പോകുന്നതിൽ തെറ്റുണ്ടോ? BJPക്ക് അവരുടെ നിലപാടുകൾ വളരെ വ്യക്തമായി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അവരൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. പക്ഷേ ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന അയ്യപ്പ വിശ്വാസികളോടെല്ലാം തന്നെ മാപ്പ് പറയുകയും 2018-19 ആ കാലയളവില് ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാര സംരക്ഷണത്തിന് വേണ്ടി തെരുവിലിറങ്ങാൻ വിധിക്കപ്പെട്ടിരുന്ന കുറെ ആൾക്കാർക്കെതിരെ എടുത്ത കേസുകളുണ്ട്. ആയിരക്കണക്കിന് കള്ളക്കേസുകൾ, ദിവസങ്ങളോളം റിമാൻഡിൽ കഴിയാൻ വിധിക്കപ്പെട്ട ഭക്തജനങ്ങള്. ഇവരോടൊക്കെ പൊതുവായിട്ട് ഇവരുടെയൊക്കെ ആ കള്ളക്കേസുകൾ പിൻവലിച്ച് ഇവരോടൊപ്പം മാപ്പ് പറഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ സർക്കാരിന് ധാർമ്മികമായിട്ടുള്ള ചുമതലയുള്ളൂ. ശ്രീ രാജീവ് ചന്ദ്രശേഖർ എപ്രകാരമുള്ള നടപടിയാണോ എടുക്കുന്നതെന്ന് നോക്കിയല്ല ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം ഇക്കാര്യത്തിനെ കാണുന്നത്. ഇത് തീർത്തും തട്ടിപ്പ് പരിപാടിയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്തും പിണറായി സർക്കാരിന്റെ കാലത്തും ഒക്കെ തന്നെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റുകൾ കേരളത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിലെ കായിക മന്ത്രിയായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ. അനിൽ വിളയിൽ ഒരു സംശയം ചോദിച്ചുകൊണ്ടല്ലേ, നമുക്കറിയാം ഈ പിൽഗ്രിം ടൂറിസം എന്നൊരു സാധ്യത വളരെ രീതിയിൽ വളർന്നു വരുന്നുണ്ട്. വിശ്വാസത്തിനൊപ്പം ആ സാധ്യതയും ഉപയോഗപ്പെടുത്തുക എന്നതാണ്. ഇപ്പം നമുക്കറിയാം ശബരിമല നിരവധി ആളുകൾ വന്നു പോകുന്ന ഇടയാണ്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അവിടെ പണം വേണം, തീർച്ചയായിട്ടും പണം ഉണ്ടാവണം. ഇപ്പോൾ നമുക്ക് കേരളത്തിന് അപ്പുറത്തേക്ക് പോയാൽ മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, അവിടങ്ങളിലുമൊക്കെ ഒരു പിൽഗ്രിം ടൗൺഷിപ്പ് തന്നെ രൂപപ്പെട്ട നിരവധി അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആ തരത്തിൽ ശബരിമല എന്ന സാധ്യതയെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി അതിനെ ആ രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് ഒരു വലിയ സാധ്യതയായി മാറ്റുന്ന ആലോചനയിൽ തെറ്റുണ്ടോ?
ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തീർത്തും വിരുദ്ധമായ നിലപാടെടുത്തിട്ടുള്ള ഒരു സർക്കാരാണ് ഈ കേരളത്തിൽ ഭരണം നടത്തുന്നത്. അപ്രകാരമുള്ള ഒരു സർക്കാരിന് എന്ത് ഔചിത്യമാണ് ഇപ്രകാരം ഒരു പിൽഗ്രിം ടൂറിസം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ തന്നെ? ശരി, അല്ല ഞാൻ പറഞ്ഞത് അത് മുൻകാല അനുഭവം അതല്ല. സർക്കാർ അല്പൂടെ ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത്. അവിടുത്തെ വിശ്വാസത്തെ ഒന്നും ഖനിക്കാത്ത രീതിയിൽ ഒരു അയ്യപ്പൻ എന്ന സങ്കല്പത്തെ വിശാലാർത്ഥത്തിൽ കണ്ടുകൊണ്ട് അവതരിപ്പിക്കുകയാണെന്ന് നമുക്ക് കരുതിക്കൂടെ? അല്ല, അപ്രകാരമാണെങ്കിൽ അന്ന് ഞങ്ങൾ ചെയ്ത നടപടികൾ തെറ്റാണെന്ന് ആദ്യം പറഞ്ഞതിന് ശേഷം ഈ കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെയും ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരെ വിശ്വാസത്തിൽ എടുത്തതിന് ശേഷമാണ് ഇപ്രകാരം ഒരു യോഗം വിളിച്ചു കൂട്ടേണ്ടതും ഇപ്രകാരം ഒരു സംഗമം നടത്തേണ്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിന്ദു അമ്മണിയും രഹന ഫാത്തിമയും കനകദുർഗയും പോലുള്ള വ്യക്തികളാണ് ഞങ്ങൾ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് വരികയാണ്. അതൊക്കെ തന്നെയാണ് സാധാരണ ഹൈന്ദവ ഭക്തന്റെ അയ്യപ്പ ഭക്തന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നത്. ഈ പിൽഗ്രിം ടൂറിസം എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. ശബരിമല എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ ഉള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ടൂറിസം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് തീർത്തും തെറ്റാണ് എന്നുള്ളതാണ്. സർക്കാർ ഉപയോഗിച്ചില്ല, ഞാനത് അതിന്റെ സാധ്യത മറ്റു സ്ഥലങ്ങളിലെ പറഞ്ഞു വന്നു മാത്രം ഞാൻ പ്രയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സർക്കാർ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഞാനൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ശബരിമലയിലെ ആ ഒരു മണ്ഡല കാലഘട്ടത്തിൽ എത്ര കോടിക്കണക്കിന് രൂപയാണ് ശബരിമലയിലേക്ക് എത്തിച്ചേരുന്നത്. ആ പൈസ കൃത്യമായി വിനിയോഗിക്കുകയാണെങ്കിൽ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ, രാമമൂർത്തി മണ്ഡപം 2-4 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രളയകാലത്ത് പമ്പയിൽ നിന്ന് ഒഴുകിപ്പോയതാണ്. ഇന്നേ തീയതി വരെ അതൊന്ന് പുനർനിർണയിക്കാൻ സാധിക്കാത്ത സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത്. തീർത്തും അപലപനീയമായ ഒരു കാര്യമാണ്. ഭക്തന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ വികസിപ്പിക്കാൻ യാതൊന്നും ചെയ്യാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല. ശരി, താങ്കൾ ഒന്ന് തുടരുക, ദയവായി താങ്കളിലേക്ക് ഒന്ന് തുടരുക. രാഹുൽ ഈശ്വർ കൂടിയാണ്. രാഹുൽ ഈശ്വർ, നാസ്തികർ, വിശ്വാസികളല്ലാത്തവർ നയിക്കുന്ന ഒരു സർക്കാർ ഇത്തരം പരിപാടി സംഘടിപ്പിക്കാൻ അധികാരമില്ല എന്നതാണ് ഹിന്ദു സംഘടനകളും പൊതുവിൽ BJP ഒക്കെ വാദിക്കുന്ന ഒരു കാര്യം. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അവർക്ക് ഇത്തരം പരിപാടി നടത്തിക്കൂടെ? 3 കാര്യങ്ങൾ. ഒന്ന്, ദേവസ്വം ബോർഡ് അടക്കമുള്ള നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് ആ പരിപാടിയിൽ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം NSS പങ്കെടുക്കുന്നുണ്ട്, SNDP പങ്കെടുക്കുന്നുണ്ട്, പന്തളം രാജകുടുംബവും മലയരയന്മാരെയും അടക്കം വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ NSS SNDP ഒക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ വലിയൊരു ഹിന്ദു സമൂഹത്തിന്റെ പരിച്ഛേദം അതിലുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാം ഇതിനോട് സഹകരിക്കണം. 2, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഹിന്ദുത്വ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് RSS സംഘപരിവാർ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു റെപ്രസെന്റേഷൻ 100% വേണമെന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരു വിശ്വാസിക്കും തർക്കം ഉണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് മുമ്പ് ഒരു സജഷനായിട്ട് പറയുകയുണ്ടായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രശാന്തിനോടും നിങ്ങൾ വഴി ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന സർവ്വസമ്മതനായ ഒരു വ്യക്തി, കാവി ഒടുക്കാത്ത സന്യാസി എന്ന് കോൺഗ്രസും ഒരുപക്ഷെ നല്ല ഇടതുപക്ഷക്കാർ പോലും സമ്മതിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ കൂടെ ഒരു മുഖ്യാതിയായിട്ടോ അല്ലെങ്കിൽ ഒരു മുഖ്യ പ്രഭാഷണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാന സ്ഥാനത്തിൽ വിളിക്കണം. കാര്യം കഴിഞ്ഞ 40-50 വർഷങ്ങളായി ശബരിമലയ്ക്ക് വേണ്ടി രാഷ്ട്രീയത്തിനപ്പുറം നിസ്വാർത്ഥമായി പ്രവർത്തിക്കും